പ്രിയ സഹോദരങ്ങളെ, ഞാൻ ലോകത്തിന് ദ്രോഹം ചെയ്യാനല്ല, ക്രിസ്ത്യാനികൾക്ക് ദ്രോഹം ചെയ്യാനല്ല. എന്നാൽ ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ദരിദ്രവാസികൾ അച്ചപ്പട്ടവും മെത്രാൻ പട്ടവും എടുത്തിട്ട് അമേരിക്കയിൽ പോയി സുഖിച്ച് ജീവിച്ച് ഇങ്ങോട്ട് വന്ന് വിശ്വാസികളെ താഴ്ത്തിക്കെട്ടുക. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സെറാഫി മെത്രാനെ കുറിച്ചാണ്. ആ ദരിദ്രവാസി ബാംഗ്ലൂരിൽ നിന്ന് സൂക്ഷിച്ച് ജീവിച്ച് ഇപ്പം തുമ്പോൾ വന്നിരുന്നിട്ട് കുളസമടിക്കുകയാണ്. അവനോട് ഞാൻ ചോദിക്കട്ടെ, നീ അമേരിക്കയിൽ പോയി എന്തുവാ പഠിച്ചത്? നീ ഒരു ക്രിസ്ത്യൻ മഹാപുരോഹിതനാണെങ്കിൽ നീ ബൈബിളിലെ കാര്യമല്ലാതെ എന്ത് പഠിക്കാനാണ് നിനക്ക് അവിടെ പോയിട്ട് കാര്യം? നീ കൂടിയ ഡിഗ്രി എടുത്ത് ആരുടെ മറ്റിടത്ത് വെക്കാനാടാ നീയൊക്കെ പോയത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ ക്രിസ്തുവിനെ കുറിച്ച് അറിയാവുന്നത് ബൈബിളിലുണ്ട്. അത് പഠിച്ച് വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതിന് പകരം നീ അമേരിക്കയിൽ പോയി സൂക്ഷിച്ച് ജീവിച്ചിട്ട് ഡിഗ്രി എടുത്തിട്ട് ഇപ്പോൾ ഇരുന്ന് കുളസമടിക്കുക അല്ലേ? നീ പറഞ്ഞല്ലോ, നിന്നോട് ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നീ പറഞ്ഞു അപ്പോസ്തലന്മാരിൽ നിന്നും കൈമാറി കിട്ടിയതാണ് കുംഭസാരവും പാപമോചനവും. അത് നിന്റെ ഏത് കുടുംബത്തിലെ അവന് കിട്ടിയതാണ്? പരമശരീരവാസി, നിനക്ക് പറയാമെങ്കിൽ പറ. ഏത് അപ്പോസ്തലനാണ് നിങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് കുംഭസാരവും പാപമോചനവും കൈമാറി തന്നത്? ചോടേണ്ട നിനക്കൊന്ന് പറയടാ. നീ കോളസമാടിക്കുമല്ലോ. അപ്പോസ്തലന്മാരിൽ നിന്നും മാറിക്കിട്ടിയതാണ്, കൈമാറിക്കിട്ടിയതാണ്. അതുപോലെ നിങ്ങൾക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ പലർക്കും കിട്ടിയിട്ടുണ്ട്. അതൊന്നും നീ ഇങ്ങോട്ട് എടുക്കണ്ട. മക്കളെ, ഒന്ന് ചിന്തിച്ചോ. സെറാഫീം, നീ മെത്രാനാണെങ്കിലും നിന്നോട് ഞാൻ പറയുക, നീ ആത്മീയ വേല ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചവനാണെങ്കിൽ നീ രണ്ട് തോണിയിൽ കാല് ചവിട്ടി നിൽക്കരുത്. ഒന്ന്, ബാവായെ കാണുമ്പോൾ കൊട്ടും താട്ടും മാട്ടും വേണ്ടെന്ന് പറഞ്ഞവൻ ബാംഗ്ലൂരിൽ ബാവായെ വിളിച്ചെടുത്ത് വരച്ചപ്പോൾ അവിടുത്തെ കോമാളിത്തരം, എടാ ദരിദ്രവാസി, നീ കണ്ടോ, നീ കാണിച്ചതെന്നുവാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീയൊക്കെ അവസരത്തിലൊത്ത് പ്രവർത്തിക്കുന്നവരാണ്. എടാ കുഞ്ഞ്, എടാ സെറാഫീം, നീയൊക്കെ നന്നായി വാ. നീയൊന്നും ഒരു വിധത്തിലും രക്ഷപ്പെടത്തില്ല. നീ ഒരു മെത്രാനായപ്പോൾ ഡിഗ്രി എടുക്കാൻ അമേരിക്കയിൽ പോയി. അവിടുത്തെ ജീവിതം എനിക്കറിയാം. നീ എന്നോട് പറയണ്ട. വേണേ ഞാൻ നിനക്ക് പറഞ്ഞത്, നീ അമേരിക്ക ജീവിച്ച ജീവിതം അത് വേണ്ട. നീ എന്നോട് പറ. നിനക്കല്ല, ഓർത്തഡോക്സ് സഭയ്ക്ക് ആര് കുംഭസാരവും പാപമോചനവും ഏത് അപ്പോസ്തലൻ കൈമാറി തന്നു? ഏത് സമയത്ത്? ആര്? ഏത് അപ്പോസ്തലൻ? ദരിദ്രവാസി, നീയൊക്കെ കിടന്ന് കലമ്പുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാം. ലൂക്കോസ് 6:12, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിലേക്ക് ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ ചിലവഴിച്ചു. നേരം പുറന്നപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരെ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ കൊടുത്തു. നിനക്കറിയാമോ ദരിദ്രവാസി, നീയൊക്കെ അപ്പോസ്തലന്മാർ കൈമാറി തന്നു എന്ന് പറഞ്ഞു. ഏത് അപ്പോസ്തലനാണ് ദരിദ്രവാസി? ഇനിയും പറഞ്ഞുതരാം. ലൂക്കോസ് 9:1 മുതൽ അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളെയും
ളെയും പുറത്താക്കുവാനും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവൻ അവർക്ക് ശക്തിയും അധികാരവും നൽകി. ഞാൻ ചോദിച്ചോട്ടെ, കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ മലയോട് പോയി കടൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് പോയി വീഴുമെന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിൻ്റെ ശിഷ്യനായ നീ സെറാഫീം, നീ പറയുക ഇത് എന്തുവാ, ഈ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ശിഷ്യന്മാരോട് പറഞ്ഞ് വ്യാധികളെ പുറത്താക്കുവാൻ നിന്നെ കൊണ്ട് കഴിയുമോടാ ദരിദ്രവാസി? നിന്നെ കൊണ്ട് കഴിയുമോ? കുംഭസാരം പാപോചനം, കുംഭസാരം വിഡ്ഢികളായ വിശ്വാസികൾ വന്ന് അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെ പീഡിപ്പിച്ച് അവരുടെ കീശയിലിരിക്കുന്ന മേടിക്കുക, അല്ലാതെ നിന്നെ കൊണ്ട് പാപമോചനം കൊടുക്കുവാൻ നിനക്ക് കഴിവുണ്ടോ അവർക്ക്? ഞാൻ ചോദിക്കുന്നു, സെറാഫീം, നിന്റെ അടുത്ത് കുമ്പസാരിച്ചാൽ ഞാൻ കുമ്പസാരിക്കാം. എൻ്റെ കുമ്പസാരത്തിൽ ഞാൻ പറയുന്നതിൽ എനിക്ക് പാപമോചനം തരുവാൻ നിനക്ക് കഴിയുമോ? ഇല്ല. പരമദരിദ്രവാസി, നിന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല. കടുക് മണി പോലും വിശ്വാസമില്ല നിനക്കൊന്നും. നീയൊക്കെ എവിടുന്ന് വന്നാണെന്നറിയാമോ? നീ ഒന്ന് ഓർത്തു നോക്കി. നീ പുതിയ നിയമം, പഴയ നിയമം എടുക്കണ, പുതിയ നിയമം ഒന്ന് എടുത്തു നോക്ക്. നീ നിന്റെ മഹാപുരോഹിതന്മാരുമാണ് വിശ്വാസികളുണ്ട് യേശുവിനെ ക്രൂശിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞത്. യേശു ലോകത്തിൽ വന്നിട്ട് ഏത് ദരിദ്രവാസി പുരോഹിതനുണ്ടായിരുന്നു യേശുവിൻ്റെ അടുത്ത് പോയത്? അല്ലെങ്കിൽ യേശു ഏത് പുരോഹിതനോടോ മഹാപുരോഹിതനോടോ പറഞ്ഞു നീ എനിക്ക് വേണ്ടി ഇന്നത് ചെയ്യണമെന്ന്? നിനക്ക് പറയാമോടോ ദരിദ്രവാസി? നീ പറയത്തില്ല. നീയൊക്കെ വിശ്വാസികളെ വിഡ്ഢികളാക്കാനാണ്. കാരണം വിശ്വാസികൾ ബൈബിൾ വായിക്കുന്നില്ല. വിശ്വാസികൾ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്, പുരോഹിതന്മാരും മെത്രാന്മാരിലും. അവർ പറയുന്നത് ദൈവം തുല്യമായിട്ട് കരുതുന്നു. കാരണം അവർക്ക് ക്രിസ്തു എവിടെ, ക്രിസ്തു ആരെന്ന് അവർക്ക് അറിയത്തില്ല. അവർ ബൈബിൾ വായിക്കുന്നില്ല. നീയൊക്കെ സുഖിച്ച് ജീവിച്ചോ, നിൻ്റെയൊക്കെ ജീവിതം ഇത്രയെന്ന് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. സെറാഫീം, നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ എൻ്റെ പേര്, എൻ്റെ യൂട്യൂബ് ചാനലിൽ നീ മറുപടി താ. നീയല്ല, നിൻ്റെ കുടുംബം തരത്തില്ല. നിൻ്റെയൊക്കെ കള്ളക്കാതോലിക്കായും അവൻ്റെ കൂട്ടുപ്രതികളായ എല്ലാ ഉണ്ടക്കള്ളനും ഇപ്പം അവൻ്റെ വേണ്ടി പാളയം പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഏതോ ഒരു ദരിദ്രവാസി ഉമ്മനോ അവനൊക്കെ ജീവിതത്തിൽ അനുഭവിക്കും. അവനൊന്നും ദൈവത്തിൻ്റെ കാര്യമല്ല അന്വേഷിക്കുന്നത്. പാളയം പള്ളിയുടെ സ്ഥലത്ത് PR-ന് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കാനാണ്? നിനക്കൊക്കെ നിന്നെ മെത്രാപ്പോലിക്കായ്ക്കൊക്കെ സൂക്ഷിക്കാനും അത് കഴിഞ്ഞ് അവരുടെ കൂടെ നിനക്കൊക്കെ അവൻ്റെ മറ്റേ താങ്ങി അവിടെ സൂക്ഷിച്ച് ജീവിക്കാനും അവന്മാരും അറിയാൻ നിങ്ങൾക്ക് അവിടെ ആകാമല്ലോ. നീയൊക്കെ ചെയ്യാവുന്ന ചെയ്യുക. നിന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദൈവം അന്ധനല്ല, കേൾവിശക്തി ഇല്ലാത്തവനല്ല. ദൈവം ഇന്ന് ഈ ലോകത്തിലൊന്നും ചെയ്യുന്നില്ല എങ്കിലും അവൻ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ണും കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കരുത് വിദ്യയാക്കാമെന്ന് ദൈവത്തെ. ദൈവം പൊട്ടനാണെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് അനുഭവം വരുമ്പോൾ അറിയും. നിങ്ങൾക്കറിയാമോ? നീ ഇപ്പം ഈ പ്രസംഗിച്ച റോണിയോ അവനോട് ഞാൻ പറയുകയാണ്, മുത്തൂറ്റിലെ അവൻ
ഡൽഹിയിൽ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് ചത്തുപോകും. അതിൻ്റെ പകുതി അല്ല, അതിൻ്റെ അപ്പുറത്ത് നിനക്ക് വരും. നീ ആരെയാ സേവിക്കുന്നത്? ദൈവത്തെ സേവിക്കുന്നു, കാതോലിക്കയെ സേവിക്കുന്നു. കാതോലിക്ക ആരാ? കാതോലിക്ക എന്നുണ്ടായതാണ്? കാതോലിക്കയെ ആരാ വായിച്ചത്? ഇനി ഇത്രയും സഭകളുണ്ടാകാൻ കാരണം എന്താണ്? നിന്നെപ്പോലുള്ള ദരിദ്രവാസികൾ ഓരോരുത്തരെ മിടുക്കുള്ളവർ ഓരോ സഭകളുണ്ടാക്കി. അങ്ങനെ ഓർത്തോ സഭയുണ്ടായി. നിനക്ക് പറയാമോ റോണി, ഓർത്തോ സഭ തോമാശ്രീയെ സ്ഥാപിച്ചതാണെന്ന്? 1950 വർഷത്തിന് മുമ്പ്. എടാ പരമദരിവാസി, ഏത് ഓർത്തഡോക്സ് ആയിരുന്നടാ കേരളത്തിലുണ്ടായിരുന്നത്? നിനക്കൊക്കെ വിളിച്ചു പറയാൻ നല്ല മിടുക്കാണ്. റോണി, നിനക്ക് മിടുക്കുണ്ടെങ്കിൽ എന്നോട് സംസാരിക്ക്, ഞാൻ നിന്നോട് സംസാരിക്കാം. നീയല്ല, നിന്റെ കാതോലിക്കല്ല. യൂലിയോർ കള്ളൻ, ഉണ്ടക്കള്ളൻ. അവൻ അവിടെ ഇവിടെ എയർ കണ്ടീഷൻ വീട്ടിൽ വിശ്രമിക്കാൻ വരുന്നു ഒക്കെ ഞാൻ വിളിച്ചു പറയോടുവിൻ. റോണിയുടെ ചരിത്രം ഞാൻ പറയണമെങ്കിൽ ഞാൻ അന്വേഷിക്കണം. അതും എൻ്റെ അടുത്ത് വരും. നിങ്ങളാരും ഓടിച്ചോടണ്ട. ദൈവത്തെ നിങ്ങൾ വിദ്യയാക്കരുത്. കാതോലിക്ക ആരാ? കാതോലിക്കയ്ക്ക് 3 കാർ വേണം. വിശ്വാസികൾ, ഞാൻ ചോദിക്കട്ടെ റോണി, ഈ സഭയെന്ന് പറഞ്ഞാൽ എന്തുമാണ്? സഭ എന്നുണ്ടായി? ദൈവം സഭ സ്ഥാപിച്ചോ? സഭ എവിടുന്നുണ്ടായി? അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് സഭകളുണ്ടായി. ആ സഭകളെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടമായിരുന്നു. അന്ന് പുരോഹിത മെത്രാന് ഒരു പട്ടികളും ഇല്ലായിരുന്നു അന്ന്. നിനക്കൊക്കെ അറിയത്തില്ലയോ? നിന്നോട് ഞാൻ പറഞ്ഞുതരാം, നീ ഓർക്കുക. നിൻ്റെയൊക്കെ അവസാനത്തെ നിങ്ങൾ വിശ്വാസികളെ വിദ്യയിലാക്കുക. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. അന്ന് ഹവ്വായെ സാത്താൻ പരീക്ഷിച്ചത് പാമ്പിൻ്റെ രൂപത്തിൽ വന്നാണ്. ഇന്ന് നിങ്ങൾ പുരോഹിതന്മാരും മെത്രാന്മാരുമായിട്ട് വന്ന് സ്ത്രീകളെ വശീകരിച്ച് പ്രാർത്ഥനായോഗം, മറ്റേ യോഗം, അവരെ വേറെ വിധത്തിൽ അവർക്ക് പുരോഗമനം കൊടുക്കുന്നു. എന്താണെങ്കിലും കുടുംബത്തിൻ്റെ വിളക്കായ സ്ത്രീയെ കുടുംബത്തിൽ നിന്ന് അകറ്റി നിർത്തി കുടുംബത്തെ നശിപ്പിക്കുന്ന സാത്താൻ്റെ സന്തതികളെ, നിൻ്റെയൊക്കെ കഷ്ടകാലമാണ്.